വ്യാജ സർട്ടിഫിക്കറ്റ് വിവാദത്തിൽ ഉൾപ്പെട്ട യൂത്ത് ലീഗ് നേതാവ് ഗഫൂർ കോൽക്കളത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗത്വം രാജിവെക്കില്ലെന്ന് യൂത്ത് ലീഗ്. ഗഫൂറിനെ വേട്ടയാടാൻ ആരെയും അനുവദിക്കില്ലെന്നും എന്തു വില കൊടുത്തും സംരക്ഷിക്കുമെന്നും യൂത്ത് ലീഗ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നമുക്കറിയാം, ഗഫൂർ കോൽക്കളത്തിൽ MSFിലൂടെ വളർന്നു വന്ന മണ്ണാർക്കാടത്തെ എല്ലാ ജനങ്ങളെയും അറിയുന്ന, പാലക്കാട് ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല പ്രവർത്തനം നടത്തിയ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ വേട്ടയാടി തകർക്കുക എന്ന ഒറ്റ ലക്ഷ്യമാണ്. ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വളരെ പ്രതിസന്ധികൾ നിറഞ്ഞ ജീവിത സാഹചര്യത്തിലൂടെ മുന്നോട്ട് വന്ന് യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി വരെ എത്തിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ത്യാഗരൂപമായ പ്രവർത്തനങ്ങളിലൂടെയാണ് മുന്നോട്ട് പോയി. ഇങ്ങനെ ദയവായി നിൽക്കുന്ന ഒരു വ്യക്തിയെ ഈ പഞ്ചായത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഈ സമയത്ത്, അടുത്ത സമയത്ത് രാഷ്ട്രീയപരമായി തകർക്കുക എന്ന ഗൂഢാലോചന CPM-നും അതുപോലെ തന്നെ CPI-ക്കും ഉള്ളത്. അതിന് വിട്ടുകൊടുക്കാൻ യൂത്ത് ലീഗ് തയ്യാറല്ല. അങ്ങനെയെങ്കിൽ ഇതിനു മുന്നേ ഒരുപാട് റിപ്പോർട്ടുകൾ, നിലവിൽ എൻക്വയറികൾ വന്നു. ആ സമയത്തൊന്നും കേസെടുക്കാതെ ഇപ്പോൾ ARനെയും അതുപോലെ തന്നെ കോപ്പറേറ്റീവ് സെക്ടറിനെ സമ്മർദ്ദത്തിലാക്കി രാഷ്ട്രീയ നിലവിൽ ഭരണസ്വാധീനം കൊണ്ട് ഇവരെ വേട്ടയാടാൻ നിലവിൽ മുന്നോട്ട് പോകുന്ന ഈ സാഹചര്യം, ഇത് രാഷ്ട്രീയ വേട്ടയാണെന്നും ഭരണസ്വാധീനം ഉപയോഗിച്ച് CPM ആണ് കേസെടുപ്പിച്ചതെന്നും യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി റിയാസ് നാലകത്ത് ആരോപിച്ചു. അങ്ങനെ 50 കോടി പിൻവലിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായ ധനകാര്യ സ്ഥാപനമാണ്. അതിൻ്റെ ദൈനംദിന പ്രവർത്തനത്തിൽ പ്രയാസങ്ങളുണ്ടാകും. ആ പ്രയാസത്തിന് മുഖ്യ കാരണം ഈ CPM-ൻ്റെ ഈ രാഷ്ട്രീയ വൈരാഗ്യ ബുദ്ധിയാണ്. ഈ ധനകാര്യ സ്ഥാപനങ്ങൾക്കെതിരെ, കോപ്പറേറ്റീവ് സെക്ടറുകൾക്ക് ഇവിടെ ഒരുപാട് വിഷയങ്ങൾ പല കോപ്പറേറ്റീവ് സെക്ടറുകളിലും നമുക്ക് പറയാനുണ്ട്, അല്ലെങ്കിൽ പ്രത്യക്ഷമായ സമരങ്ങൾ നടത്തേണ്ടതുണ്ട്. പക്ഷേ കോപ്പറേറ്റീവ് സെക്ടറിലെ അതിൻ്റെ ധാർമ്മിക അല്ലെങ്കിൽ അതിൻ്റെ ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റ് എന്ന നിലയ്ക്ക് ഞങ്ങളൊന്നും അത് ജനമധ്യത്തിലേക്ക് കൊണ്ടുവന്ന് സ്ഥാപനങ്ങളെ തകർക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. ഏത് കോപ്പറേറ്റീവ് സെക്ടറിൽ ഉയർന്നു കാണുമെന്നാണ് അത് രാഷ്ട്രീയ, ഏത് CPM-ൻ്റെ ആണെങ്കിലും CPI-ൻ്റെ ആണെങ്കിലും കോൺഗ്രസിൻ്റെ ആണെങ്കിലും ലീഗിൻ്റെ ആണെങ്കിലും ഇതൊക്കെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്ഥാപനങ്ങളായി തന്നെ നിലനിൽക്കേണ്ടത്. ഇത്രയും വർഷമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ എന്ത് വിഷയമാണെങ്കിലും അരൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യങ്ങളാണെങ്കിലും ഇത് കൊണ്ടുവരുന്നത്. വ്യാജ സർട്ടിഫിക്കറ്റ് വിഷയത്തിൽ ഗഫൂർ രാജിവെക്കണമെങ്കിൽ DYFIയുടെ ഒരുപാട് പേർക്ക് രാജിവെക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. അരിയൂർ ബാങ്കിൽ വ്യാജ ലോണുണ്ടെന്ന് തെളിഞ്ഞിട്ടില്ലെന്നും CPM ബാങ്കിനെ തകർക്കാൻ ശ്രമിക്കുകയാണെന്നും യൂത്ത് ലീഗ് നേതാക്കൾ പറഞ്ഞു. CPM-ന്റെ PK ശശിയുടെ വിഭാഗവും CPM-ന്റെ ഇപ്പോഴത്തെ ഏരിയ കമ്മിറ്റിയും നടത്തിയ അവർ തമ്മിലുള്ള പ്രശ്നം പുറത്തു കൊണ്ടുവരാനും യൂണിവേഴ്സൽ കോളേജിലെ അഴിമതി പുറത്തു വരാതിരിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ശീത സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഈ സമരം അരൂർ ബാങ്കിലേക്ക് നടത്തിയത്. പിന്നെ കർക്കിടാകുന്നിലെ സഹകരണ ബാങ്ക് പൂട്ടിയതിനെ കുറിച്ച് എന്താ ഇവർ സമരം നടത്താത്ത? കർക്കിടാകുന്നിലെ നിക്ഷേപകർക്ക് പണം കിട്ടാനില്ലേ? ഈ അരൂർ ബാങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, കോട്ടോപ്പാടത്തെ പുറത്തൊരു വ്യക്തിക്ക് ഒരു ലോൺ കൊടുത്തിട്ടില്ല. അവിടുത്തെ പുറത്ത് വ്യാജ ലോണുകളോ മറ്റോ ഉണ്ടായിട്ടില്ല. CPM ആസൂത്രിതമായി തകർക്കാനുള്ള ശ്രമമാണ്. അവർക്ക് മറ്റു ബാങ്കുകളിൽ പ്രൊട്ടക്ഷൻ കിട്ടണമെങ്കിൽ പൈസ വരണം. ആ പൈസ അരൂർ ബാങ്കിലേക്ക് ഗ്രീൻഫീൽഡ് ഹൈവേന്റെ പണം വരുമ്പോൾ അത് തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രം ചെയ്തതാണിത്. മുൻപ് മണ്ണാർക്കാട് നടന്ന പ്രസംഗത്തിൽ കണ്ണിലെ കൃഷ്ണമണി പോലെ DYFI നേതാവിന്റെ പ്രസംഗം ഉണ്ടായിരുന്നുവെന്നും നേതാക്കൾ സെക്രട്ടറിയെ പരിഹസിച്ചു. അത് കണ്ണിലെ കൃഷ്ണമണിയെ സംരക്ഷിക്കാനൊക്കെ ഇവിടെ പല പ്രസംഗങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഗഫൂർ ജില്ലാ പഞ്ചായത്തിലേക്ക് തെങ്കര ഡിവിഷനിൽ ജയിച്ചെങ്കിൽ ജില്ലാ പഞ്ചായത്ത് യോഗം വിളിച്ചിട്ടുണ്ടെങ്കിൽ ഗഫൂർ അതിൽ പങ്കെടുക്കും. ജനാധിപത്യ രീതിയിൽ എന്തൊക്കെ പരിപാടിയിൽ പ്രോട്ടോകോൾ പ്രകാരം പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ആ മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുക്കും. അതിന് DYFIക്ക് അങ്ങനെ പ്രതിരോധിക്കുകയാണെങ്കിൽ സംരക്ഷണം കൊടുക്കാൻ പാലക്കാട് ജില്ലയിലെ യൂത്ത് ലീഗിന് ഒരു പ്രയാസമല്ല. ആരുടെയും ജില്ലാ പഞ്ചായത്ത് യോഗം വിളിച്ചാൽ ഗഫൂർ അതിൽ പങ്കെടുക്കും. അതിന് DYFI തടസ്സപ്പെടുത്തുകയാണെങ്കിൽ അതിന്റെ ആ ഹാളിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് കഴിയും ചെയ്യും. CPM ഏരിയ സെക്രട്ടറിയുടെ പ്രസ്താവനകൾക്കും യൂത്ത് ലീഗ് മറുപടി നൽകി. വാർത്താ സമ്മേളനത്തിൽ റിയാസ് നാലകത്ത്, നൌഫൽ കളത്തിൽ, ഷമീർ പഴേരി, നൌഷാദ് വെള്ളപ്പാടം, സൈനുദ്ദീൻ കൈതച്ചിറ എന്നിവർ പങ്കെടുത്തു. CCN മണ്ണാർക്കാട്.